നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. വീര്യമേറുന്ന മദ്യനയം. LDF മദ്യനയത്തിൽ കൂടുതൽ വിശദീകരണവുമായി എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ബാർ പൂട്ടിയത് കൊണ്ട് മദ്യപിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. വിഷമില്ലാത്ത മദ്യം ലഭ്യമാക്കുകയാണ് LDF നിലപാട്. സംസ്ഥാനത്തിന് വേണ്ടത് ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമെന്നും ടി.പി. രാമകൃഷ്ണൻ. സുപ്രീം കോടതി വിധി പാലിച്ചാൽ സംസ്ഥാനത്തിനുണ്ടാകുന്നത് 2000 കോടിയുടെ നഷ്ടം. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറന്നാലും മദ്യ ഉപഭോഗം കുറയും. UDF സംസ്ഥാനത്തെ ലഹരി കേന്ദ്രമാക്കിയെന്നും മദ്യത്തിനെതിരെ സംസാരിക്കുന്നവർ ഒരു തുള്ളി പോലും ഉപയോഗിക്കരുതെന്നും എക്സൈസ് മന്ത്രി. അതിനിടെ ദേശീയ പാതയോരത്തെ മദ്യനിരോധനം മറികടക്കാൻ സമ്മർദ്ദ നീക്കവുമായി ബാർ ഉടമകൾ. പാതയോരത്തെ ഹോട്ടൽ മുറികളിൽ മദ്യവിതരണത്തിന് അനുമതി വേണം. സുപ്രീം കോടതി വിലക്ക് മറികടന്ന് 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾ തുറക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നും മദ്യ മുതലാളിമാർ. മദ്യത്തിൽ ഭിന്നത. LDF സർക്കാരിന്റെ മദ്യനയത്തെ ചൊല്ലി UDFൽ ഭിന്നത. സർക്കാർ നയത്തെ പിന്തുണച്ച് ഷിബു ബേബി ജോൺ രംഗത്തെത്തിയതിനു പിന്നാലെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് INTUC. നേതാക്കളുടെ സർക്കാർ അനുകൂല മഞ്ഞുരുകൾ മദ്യനയത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് അടിയന്തര UDF യോഗം ചേരാനിരിക്കെ UDF സർക്കാരിന്റെ ഭരണത്തുടർച്ച ഇല്ലാതാക്കിയത് പഴയ മദ്യനയമെന്ന് ഷിബു ബേബി ജോണും സമ്പൂർണ്ണ മദ്യനിരോധനം അപ്രായോഗികമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനും. അതേസമയം ഷിബു ബേബി ജോണിന്റെ പ്രതികരണം തീർത്തും വ്യക്തിപരമെന്ന് AA അസീസ്. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറക്കാൻ അനുമതി നൽകുന്ന സർക്കാർ നടപടി തീക്കളിയെന്ന് AK ആന്റണി. ഇതിനേക്കാൾ വലിയ ചതി ഒരു സർക്കാരും ചെയ്തിട്ടില്ലെന്നും പ്രതികരണം. ബ്രിട്ടനിൽ തൂക്കുസഭ. പ്രവചനങ്ങളെയും എക്സിറ്റ് ഫലങ്ങളെയും കാറ്റിൽ പറത്തി ബ്രിട്ടനിൽ തൂക്കുസഭ. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം നേടാനാകാതെ തെരേസ മേയുടെ കൺസർവേറ്റീവ് പാർട്ടിയും ജെറമി കോർബിൻ നയിക്കുന്ന ലേബർ പാർട്ടിയും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും സർക്കാരുണ്ടാക്കാൻ 650 അംഗ പാർലമെന്റിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടിയിരുന്നത് 326 സീറ്റുകൾ. ഭൂരിപക്ഷം കുറഞ്ഞാൽ ചെറുകക്ഷികളെ ഒപ്പം നിർത്തി സർക്കാരുണ്ടാക്കുമെന്ന് ലേബർ പാർട്ടി. തെരേസ മേയ്ക്ക് പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾ ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിദേശകാര്യ സെക്രട്ടറി എമിലി തോൺബെറി. തെരേസ മേ രാജിവെക്കണമെന്ന് ജെറമി കോർബിൻ. കൺസർവേറ്റീവ് പാർട്ടിക്ക് തിരിച്ചടിയായത് മാഞ്ചസ്റ്റർ സ്ഫോടനത്തെ ലേബർ പാർട്ടി മുഖ്യ പ്രചാരണ വിഷയമാക്കിയത്. കാലാവധി അവസാനിക്കാൻ 3 വർഷം ശേഷിക്കെ ഫലം തെരേസ ഭരണകൂടത്തിന് തിരിച്ചടി. 15 ലക്ഷം വരുന്ന ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ബ്രിട്ടീഷ് വിധിനിർണയത്തിൽ പങ്കാളികളായത് 4,69 ലക്ഷം വോട്ടർമാർ. പ്രതീക്ഷയുടെ ഒത്തുചേരൽ. അപ്രതീക്ഷിത കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കി ഷാങ്ഹായ് ഉച്ചകോടി കസാഖിസ്ഥാനിൽ. പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. നവാസ് ഷെരീഫുമായുള്ള മോദിയുടെ കണ്ടുമുട്ടൽ കസാഖ് പ്രസിഡന്റ് നൂർ സുൽത്താൻ നസർബയേവ് നടത്തിയ വിരുന്നിനിടെ. ഇരു രാഷ്ട്ര തലവന്മാരും പരസ്പരം കുശലാന്വേഷണം നടത്തിയതായി റിപ്പോർട്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നവാസ് ഷെരീഫിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മോദി അന്വേഷിച്ചതായും വാർത്താ ഏജൻസി. പാരീസ് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ശേഷമുള്ള നേതാക്കളുടെ കൂടിക്കാഴ്ച 17 മാസങ്ങൾക്ക് ശേഷം. അതേസമയം ചൈനീസ് പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ NSG അംഗത്വം വീണ്ടും ഉന്നയിച്ച് നരേന്ദ്രമോദി. ചമോലിയിൽ ചൈനീസ് ഹെലികോപ്റ്റർ വ്യോമാതിർത്തി ലംഘിച്ച വിഷയവും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിവരം. ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കാൻ ചർച്ചകൾ അനിവാര്യമെന്നും നേതാക്കൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.